ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3-ലെ എക്സസൈസ് സെറ്റ് 3.5 ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ എക്സസൈസ് കാണുന്നതിന് മുൻപ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. എന്നാൽ മാത്രമേ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ പോർഷൻസ് എല്ലാം ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. വിത്തൗട്ട് പെർഫോമിംഗ് ലോങ് ഡിവിഷൻ ഡിറ്റർമിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് വിൽ ഹാവ് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആൻഡ് വിച്ച് വിൽ ബി റിപ്പീറ്റിംഗ്. അപ്പോൾ ഇവിടെ ലോങ് ഡിവിഷൻ ചെയ്തു നോക്കാതെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഈ റാഷണൽ നമ്പേഴ്സിൽ ഏതൊക്കെയാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽസ്, ഏതൊക്കെയാണ് റിപ്പീറ്റിംഗ് ഡെസിമൽസ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് 3 റാഷണൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 7/20, 4/15 ആൻഡ് 13/250. ദെൻ ചെക്ക് യുവർ ആൻസേഴ്സ് ബൈ explicitly performing the long divisions and expressing these rational numbers as decimals. നമ്മളിത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണോ റിപ്പീറ്റിംഗ് ഡെസിമൽ ആണോ എന്ന് ലോങ് ഡിവിഷൻ ചെയ്യാതെ നമ്മൾ ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം, ലോങ് ഡിവിഷൻ ചെയ്തിട്ട് നമ്മളതിനെ ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ ഡെസിമൽസിൽ എക്സ്പ്രസ് ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോങ് ഡിവിഷൻ ചെയ്യാതെ എങ്ങനെയാണ് ഈ റാഷണൽ നമ്പേഴ്സ് ടെർമിനേറ്റിംഗ് ആണോ റിപ്പീറ്റിംഗ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ അതിൽ 2ഉം 5ഉം മാത്രമാണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതെങ്കിൽ അതെങ്ങനെയുള്ള ഡെസിമൽസ് ആയിരിക്കും, റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും, ടെർമിനേറ്റിംഗ്. അങ്ങനെയുള്ള റാഷണൽ നമ്പേഴ്സിന് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി 2ഉം 5ഉം അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് വരുന്നതായിരിക്കും, റിപ്പീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ലോങ് ഡിവിഷൻ ചെയ്യാതെ ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ 7/20. അപ്പോൾ നമുക്ക് 20യുടെ ഫാക്ടേഴ്സ് എടുക്കണം. 20യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? ഇപ്പോൾ 20യെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 2 കൊണ്ട് ചെയ്യുമ്പോൾ 10 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 5 എന്ത് കിട്ടി? 2² × 5 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 2ഉം 5ഉം ആണ് ഇവിടെ ഫാക്ടേഴ്സ് കിട്ടിയത്. അതുകൊണ്ട് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയുള്ളതായിരിക്കും, ടെർമിനേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ സിൻസ് the denominator has only the prime factors 2 and 5, the decimal expansion is terminating. ഓക്കെ, അപ്പോൾ നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്യാതെ ടെർമിനേറ്റിംഗ് ആണ് എന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വെരിഫൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്തിട്ട് ഇനി ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ 7/20 ചെയ്യുന്നു. 7/20. 7നെ നമുക്ക് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റും കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 0 ഇട്ടിട്ട് ഡെസിമൽ പോയിൻ്റ് കൊടുക്കുന്നു, എന്നിട്ട് 0 ഇടുന്നു. ഇപ്പോൾ എന്ത് വന്നു, 70ൽ 20 3 ടൈംസ് ആണ് 60. റിമൈൻഡർ ഈസ് 10. വീണ്ടും നമ്മൾ ഒരു 0യും കൂടി ഇട്ട് കൊടുക്കുന്നു. 5 × 20 100. റിമൈൻഡർ നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ എന്തെഴുതാം, 7/20 is equal to 0.35. ഓക്കെ, ഇവിടെ നമുക്ക് 2ഉം 5ഉം മാത്രമാണ് ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് എങ്കിൽ ഇത് ടെർമിനേറ്റിംഗ് ആണ് എന്ന് പറയാൻ കാരണം എന്താ, ഈ 2ഉം 5ഉം മാത്രം ഫാക്ടേഴ്സായിട്ട് വന്നാൽ മാത്രമേ നമുക്കതിനെ 10ൻ്റെ പവേഴ്സായിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ 7/20 ഇതിനെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 35/100. 35/100 എന്ന് വെച്ചാൽ എന്താ, 35/10⁻². കണ്ടോ, 10ൻ്റെ പവറായിട്ട് എഴുതണമെങ്കിൽ 2ഓ 5ഓ വന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ 2 വരാം, അല്ലെങ്കിൽ 5 വരാം, അല്ലെങ്കിൽ 2ഉം 5ഉം വരാം. ഇങ്ങനെ എങ്ങനെ വന്നാലും അതെന്തായിരിക്കും, ടെർമിനേറ്റിംഗ് ആയിരിക്കും കേട്ടോ. 35/100 എന്താ, 0.35. നമുക്ക് കിട്ടിയ ആൻസറും എന്താണ്, 0.35 തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്തത് 4/15. സെക്കൻഡ് വൺ 4/15. നമുക്ക് 15നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 3 കൊണ്ട് ചെയ്യാം അല്ലേ. 5 3s are
15. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫാക്ടേഴ്സ് 3ഉം 5ഉമാണ്. 3ഉം 5ഉം കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് റിപ്പീറ്റിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ ഫാക്ടേഴ്സ് 2ഉം 5ഉം മാത്രമേ വരത്തുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തെഴുതാം, സിൻസ് ദ ഡിനോമിനേറ്റർ ഹാസ് എ പ്രൈം ഫാക്ടർ 3 അതർ ദാൻ 2 and 5, the decimal expansion is non-terminating repeating. Non-terminating എന്ന് വെച്ചാൽ എന്താ മീനിങ്? ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ റിമൈൻഡർ 0 വരും, നമ്മുടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞുള്ള ഡിജിറ്റ് സ്റ്റോപ്പ് ആകും. നോൺ ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും, അത് റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ 0.35 കഴിഞ്ഞ് ഇത് 35 35 35 അല്ലെങ്കിൽ 555 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് ഒന്നെങ്കിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇറാഷണൽ നമ്പേഴ്സ് എങ്ങനെയുള്ളതായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും ഇറാഷണൽ നമ്പേഴ്സ്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ് എന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിനെ ലോങ് ഡിവിഷൻ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അടുത്തത് ചെക്കിംഗ് ആണ്. ചെക്കിങ്ങിൽ നമ്മൾ 4 ഡിവൈഡഡ് ബൈ 15 ചെയ്യുന്നു. 4നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ 0. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 40ൽ 15 2 times 15 into 2 30, റിമൈൻഡർ ഈസ് 10. 10നെ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. എന്ത് വരും? 6 വരും അല്ലേ. അപ്പോൾ നമുക്ക് 90 കിട്ടും. 15 into 6 90, again 10, വീണ്ടും 100 വന്നു, അപ്പോൾ 6 ഇട്ട് കൊടുത്തു, അപ്പോൾ 90. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റായി ഇനി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 ഡിവൈഡഡ് ബൈ 15 ചെയ്തപ്പോൾ 0.2666 ഇങ്ങനെ റിപ്പീറ്റായി പൊയ്ക്കൊണ്ടിരിക്കും. കണ്ടോ, ഇതാണ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ആകുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അപ്പം നോൺ ടെർമിനേറ്റിംഗ് ആണ്. റിപ്പീറ്റിംഗ് എന്ന് പറയുമ്പോൾ 6 ഇവിടെ റിപ്പീറ്റ് ആയിട്ടാണ് ഡിജിറ്റ്സ് വരുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2.6 ബാർ. 6ന് മാത്രം ബാർ, 6 മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് 13/250. അപ്പോൾ ഇവിടെ നമ്മൾ 250യെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുന്നു. 250 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ 125. ഇനി നമുക്ക് 5 കൊണ്ട് ചെയ്യുന്നു. 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 25. എഗെയിൻ 5 5s are 25. അപ്പോൾ നമ്മൾ 250 ചെയ്തപ്പോൾ നമുക്ക് 2 × 5⁻³ എന്ന് കിട്ടി. ഇവിടെയും ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2ഉം 5ഉം മാത്രമാണ്. 2ഉം 5ഉം മാത്രം ഫാക്ടേഴ്സായിട്ട് വന്നതുകൊണ്ട് ഇതെങ്ങനെയുള്ളതായിരിക്കും? ടെർമിനേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇവിടെ എഴുതിക്കണം, നമ്മൾ മുകളിൽ എഴുതിയ പോലെ തന്നെ. സിൻസ് ദ ഡിനോമിനേറ്റർ ഹാസ് ഓൺലി ദ പ്രൈം ഫാക്ടേഴ്സ് 2 and 5, ദ ഡെസിമൽ എക്സ്പാൻഷൻ ഈസ് ടെർമിനേറ്റിംഗ്. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതിക്കണം കേട്ടോ. ഞാൻ ഇവിടെ എഴുതുന്നില്ല, മുകളിൽ 2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടെർമിനേറ്റിംഗ് ആണ് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ചെക്കിംഗ് ലോങ് ഡിവിഷൻ ചെയ്തിട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? 13/250. 13നെ 250 കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 0 ഇട്ടിട്ട് ഡെസിമൽ പോയിൻ്റ് കൊടുത്തിട്ട് ഒരു 0 കൊടുക്കും. 130യെ 250 കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കോഷ്യൻറ്റിൽ ഒരു 0യും കൂടെ കൊടുത്തിട്ട് ഇവിടെ ഒരു 0യും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി 250 എത്ര ടൈംസ് 1300-ലുണ്ട്? 4 ടൈംസ് ആകുമ്പം 1000 ആകും അല്ലേ. 5 ടൈംസ് ആകുമ്പം 1250 ആകും. അപ്പോൾ ഇവിടെ 5 എഴുതാം. 1250, 0, ഇവിടെ 2, ഇവിടെ 10. 10 - 5 is 5. ഇനി വീണ്ടും നമ്മളൊരു 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 500-ൽ 250 2 ടൈംസ്. അപ്പോൾ ഇവിടെ 500 0. അപ്പോൾ നമ്മൾ ചെക്കിങ് ചെയ്തു. 13/250-ൽ 250 ആകുമ്പം 0.052. ഇത് കണ്ടോ, ഇവിടെ റിമൈൻഡർ 0 വന്നു. അതുകൊണ്ട് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ്സ് ഇവിടെ സ്റ്റോപ്പായി. അതുകൊണ്ടാണ് ഇതിനെ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ 13/250-യുടെ
250 ചെയ്തപ്പോൾ 250യുടെ ഫാക്ടേഴ്സ് 2ഉം 5ഉം മാത്രമാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, 10ൻ്റെ പവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 13 × 4 ഈസ് 4 3s are 12, 52/250 × 4 ഈസ് 1000. 1000 എന്ന് പറയുന്നത് എന്താ, 10⁻³ ആണ്. കണ്ടോ, 10ൻ്റെ പവറിൽ എഴുതാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്നത് ഇവിടെ ഡിനോമിനേറ്ററിൽ 3 zeros ഉള്ളത് കൊണ്ട് ഡെസിമൽ പോയിൻ്റ് ഇവിടുന്ന് 3 ഡിജിറ്റ്സ് ഇങ്ങോട്ട് വരണം. അപ്പോൾ 0.052 അത് തന്നെയാണ് നമ്മളിവിടെ ലോങ് ഡിവിഷൻ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത്. കണ്ടല്ലോ. അപ്പം ലോങ് ഡിവിഷൻ ചെയ്യാതെ നമ്മളിങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്നിരിക്കുന്ന റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യുക. ഡിനോമിനേറ്ററിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2ഉം 5ഉം മാത്രമാണ് ഫാക്ടേഴ്സായിട്ട് കിട്ടുന്നതെങ്കിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും. 2ഉം 5ഉം അല്ലാതെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് രണ്ടും റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും കേട്ടോ. ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ ഡെസിമൽ പോയിൻ്റ് സ്റ്റോപ്പ് ആകും, റിമൈൻഡർ 0 വരും. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എന്ന് വെച്ചാൽ റിമൈൻഡർ 0 ആകത്തില്ല, നമ്മുടെ കോഷ്യൻ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് ആയിരിക്കും വരിക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.